മാന്യ സദസ്സിന് വന്ദനം. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് മറ്റൊരു വയലന്റ് മൂവി അനാലിസിസുമായിട്ട്. നിങ്ങൾ ആലോചിക്കണം, ഏകദേശം 4 മാസങ്ങൾ മുമ്പാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ അവസാനമായിട്ടൊരു വീഡിയോ ഇട്ടത്. അത് ഹെഡ്ലെസ് എന്നൊരു സിനിമയെ കുറിച്ചായിരുന്നു നമ്മൾ ചെയ്തത്. ഈ ഒരു കാറ്റഗറി വീഡിയോസിന് കമ്പാരിറ്റീവ്ലി വ്യൂസ് കുറവാണെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസും നമ്മുടെ ചാനലിലുണ്ട്. അവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ വയലന്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് വിധേന യൂട്യൂബിൽ നിന്ന് പണി വരുന്നും പറയാൻ പറ്റൂല. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റൂലല്ലോ. യെസ്, ഈ വീഡിയോ അത്തരത്തിലൊരു സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലൊരു അണ്ടർ റേറ്റഡ് വയലന്റ് മൂവി സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒരുപാട് സജഷൻ വന്നിട്ടുണ്ടെങ്കിലും ആ എല്ലാ പടവും കുത്തിയിരുന്ന് കാണാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്ത 2005 റിലീസ് ചെയ്ത ഹോസ്റ്റൽ എന്ന സിനിമ ചൂസ് ചെയ്തു. ഒറ്റയിരിപ്പിന് ആ ഒരു പടം ഞാൻ മൊത്തം കണ്ടു തീർത്ത്. എന്താ പറയാ, ഞാൻ മുമ്പേ ചെയ്ത ചില വയലന്റ് മൂവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മാരകമായ വയലൻസ് സീനൊന്നും ഈ സിനിമയിൽ ഇല്ല. ജസ്റ്റ് ബിഗിനർ ലെവൽ സീൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബിഗിനർ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഒരെണ്ണം ഈ ഒരു പടം കാണാൻ പോയേക്കല്ലേ. ഇപ്പം 18 വയസ്സൊക്കെ കഴിഞ്ഞവരായാലും വളരെ ലോല ഹൃദയരൊക്കെ ആണെങ്കിൽ വെറുതെ എന്തിനാ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കുന്നു. ഈ സിനിമയുടെ ആ ഒരു സ്റ്റോറി കോൺസെപ്റ്റിലേക്കെല്ലാം വരുവാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് വളരെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നോർമലി പോകുന്ന ഒരു സിനിമ. ഞാൻ മുന്നേ കണ്ട കുറെ സിനിമകളായിട്ട് അത്യാവശ്യം സിമിലാരിറ്റീസ് ഒക്കെ ഇതിന് തോന്നുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സൈക്കോസ് ആണ് മെയിൻലി. ഒരു വിധത്തില് സൈക്കോസിന്റെ ഒക്കെ ഒരു വിളയാട്ടം തന്നെ വേണ്ടെങ്കിൽ പറയാം. പിന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കിരുന്ന് മാത്രം ഈ ഒരു പടം കാണാൻ ശ്രമിക്കുക. ദയവേത് ചത്താലും ഫാമിലി ആയിട്ടൊന്നും ഈ ഒരു പടം ഇരുന്ന് കണ്ടേക്കരുത്. കാരണം ഈ ഒരു വയലൻസിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാലും ഇറോട്ടിക് ആയിട്ടുള്ള കുറെ രംഗങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ഞാൻ കാരണം ഒരു ആദരാഞ്ജലി വാർത്ത കൂടി കേൾക്കാൻ എനിക്ക് കഴിയില്ല. ഇനി ഈ സിനിമയുടെ ആ ഒരു ബേസിക് സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ അമേരിക്കക്കാരായ 3 യുവാക്കളാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പക്ഷേ സിനിമയുടെ ആ ഒരു കഥ നടക്കുന്നത് നമ്മുടെ യൂറോപ്പിലാണ്. ഏതാ യുവാക്കളല്ലേ, ഫുള്ളി എൻജോയിങ് ലൈഫ്. എപ്പം നോക്കിയാലും പാർട്ടിയും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റേഴ്സിലൊക്കെ ആയിട്ട് 3 വഴിപഴച്ച ജീവിതങ്ങൾ. നിനക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലടാ. ഉത്തരവാദിത്ത രഹിതന്മാർ. ഇവന്മാരെല്ലാം കഴപ്പിന് കയ്യും കണക്കൂല എന്ന് വേണം പറയാൻ. ഒരു രാത്രിയിൽ ഒരു വലിയ പാർട്ടി ആഘോഷമെല്ലാം കഴിഞ്ഞ് ഇവന്മാർ തിരിച്ചു ഇവരുടെ ഹോസ്റ്റലിലേക്ക് കയറാൻ നോക്കിയപ്പം ഒരുത്തിനെ പോലും ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല. പിന്നെ അല്ലാണ്ട് തറവാട്ട് പറഞ്ഞ പിള്ളമാർ താമസിക്കുന്ന ഈ ഒരു ഹോസ്റ്റലില് നിങ്ങളെ പോലത്തെ അലവലാദികളെ കയറണ്ടെന്ന് തന്നെ പറഞ്ഞു. അല്ല, പിന്നെ വേറെ പണിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായാലും ഇവരുടെ ഒരു നെയ്ബർ അന്ന് രാത്രിത്തേക്ക് ഇവർക്ക് അഭയം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ നെയ്ബർ ഒരു നന്മമരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റി. അവിടെ ഓൾറെഡി ഒരു പ്രത്യുൽപാദന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എന്തോന്നടേ ഇതൊക്കെ. ആ നെയ്ബർ ഇവരോട് ഒരു കാര്യം പറയും, എടേ നിങ്ങൾ ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നൊന്നും വേണ്ട. ഒരു കിഡിലൻ ഹോസ്റ്റൽ ഉണ്ട്. ഇവിടത്തെ പോലത്തെ കൊണച്ച റൂൾസ് ഒന്നും അവിടെ ഇല്ല. മാത്രമല്ല ഇഷ്ടം പോലെ പെമ്പിള്ളറേയും കിട്ടും. കാമക്കെടുമ്പമാര് പിറ്റേന്ന് തന്നെ അങ്ങോട്ടേക്ക് ട്രെയിൻ കയറും. വെറും ലജ്ജാവഹം. പക്ഷെ അവിടെ വെച്ച് ഇവർ ഒരാളെ പരിചയപ്പെടും. ഒരു പാവം ബിസിനസ്മാൻ. അയാൾക്ക് ഒരേ ഒരു മോള് മാത്രമേ ഉള്ളൂ. ആ മോളെ ആണെങ്കിൽ ഇയാൾക്ക് ജീവന്റെ ജീവനാണ്. അങ്ങനെ നല്ല വൈബായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ നമ്മുടെ യൂത്തന്മാരിൽ ഒരാളുടെ തൊടയിൽ കയറി പിടിക്കും. സംഭവം ഇയാൾ സംസാരിക്കുമ്പോൾ അറിയാതെ ആയതാണെങ്കിലും നാണക്കേടുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇവരവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും. വളരെ മനോഹരമായ ഒരു സ്ഥലം. അങ്ങനെ ഇവരുടെ നെയ്ബർ പറഞ്ഞ ഒരു ഹോസ്റ്റലിൽ ഇവരൊരു റൂം എടുക്കും. തുടക്കം തന്നെ 2 ജാപ്പനീസ് ഗേൾസിനായി ഇവർ നോട്ട് വിട്ട് വെക്കും. അങ്ങനെ റൂമിലേക്ക് കയറുമ്പോ 2 ഗേൾസ് അവിടുന്ന് വസ്ത്രം മാറുന്നുണ്ടാവും. എന്നിട്ട് പെമ്പിളർ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ പറയും, സ്പായിലേക്ക് വരുന്നുണ്ടെങ്കിൽ വാ കേട്ടോ. ചെക്കന്മാരാണെങ്കിൽ സ്പോട്ടിൽ ഫ്ലാറ്റ്. ഓ മൈ ഗോഡ്, സ്പായാ. പെട്ടിയും ബാഗിൽ എടുത്തു വെച്ചിട്ട് നേരെ വിടും സ്പായിലേക്ക്. അവിടെ കണ്ട കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ട് ചെക്കന്മാർ വായും തുറന്നിരിക്കുന്നുണ്ടാവും. പിന്നീട് റൂമിൽ കണ്ട ഒരു ഗേൾസിന്റെ അടുത്തേക്ക് പോകും. ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കാലോ, ഈ ഒരു സീനൊക്കെ വെറുതെ ഫാമിലി ആയിട്ട് കണ്ട് അടി വാങ്ങിയേക്കറ്. ഒറ്റക്കൊരു റൂമിലാറ്റം പോയിരുന്ന് കാണും. കാരണം ഇതൊക്കെ മൊത്തത്തിൽ ഇറോട്ടിക് ആയിട്ടുള്ള സീൻസ് ആണ്. അതിനുശേഷം എല്ലാവരും കൂടി വലിയൊരു പാർട്ടി നടക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഗേൾസ് 3 പേരെ കൊണ്ടും ഒരു ഗുളിക കഴിപ്പിക്കും. പക്ഷെ കൂട്ടത്തിൽ ഒരാൾക്ക് അവിടുത്തെ ആ ഒരു സിഗരറ്റിന്റെ സ്മെല്ല് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാവും. സന്തോഷം. കുറച്ച് കെടുമ്പത്തരം കയ്യിലുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു കൂട്ടുകാരാ. എന്നേരതാ മോനെ അടുത്ത പണി. മാരകായുധങ്ങളുമായി കുറെ ചോട്ടപ്പിള്ളമാര്. പൊന്നു മോനെ, മര്യാദക്ക് പൈസ എടുത്തോ ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ തട്ടു. 1-2 ആണെങ്കിൽ തൂക്കിയെടുത്ത് എറിയേനു. പക്ഷെ കുറെ എണ്ണം ഒരുമിച്ച് വന്നപ്പം നമ്മളെ ചെക്കൻ ചെറുതായിട്ട് പതറി. അപ്പോഴതാ രക്ഷകനെ പോലെ ഒരാൾ അവതരിച്ചു. ട്രെയിനിൽ പരിചയപ്പെട്ട ഒരു തൊടപിടിച്ച ചങ്ങായി. അയാൾ പിള്ളേർക്ക് കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കി. ആ ട്രെയിനിലുണ്ടായ ആ ഒരു ഇഷ്യൂല് നമ്മുടെ ചെക്കൻ അയാളോട് സോറിയൊക്കെ പറഞ്ഞു ഒതുക്കി. അങ്ങനെ ആ ഒരു സ്പായും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അവരുടെ റൂമിലേക്ക് പോകും. റൂമിലേക്ക് പോയാൽ പിന്നെ എന്തുണ്ടാവും ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ അതിൻ്റെതായ ഒരു വഴിക്ക് നടക്കും. പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പം ഇവരെ കൂട്ടത്തിൽ ഒരാളെ കാണുന്നില്ല. ഇവരാണെങ്കിൽ പല വഴിക്ക് അന്വേഷിച്ച് നോക്കും. ബട്ട് നോ രക്ഷ. അവനായിട്ട് ചെക്കൗട്ട് ചെയ്തു എന്നായിരിക്കും പറയാ. ഒടുവിൽ ഇവർ തുടക്കത്തിൽ വളക്കാൻ ശ്രമിച്ച ആ ഒരു ജാപ്പനീസ് പെണ്ണ് വന്നിട്ട് പറയും, എന്റെ ഫ്രണ്ടിനെയും കാണുന്നില്ല, നിങ്ങളുടെ ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നാ തോന്നുന്നു. പക്ഷെ ഇത്രയും കാലമായിട്ട് അറിയുന്ന നൻപന്മാരല്ലേ, ഇവർക്കാണെങ്കിൽ അത്ര കണ്ടൊരു വിശ്വാസം വരുന്നുമില്ല. പെട്ടെന്ന് അവന്റെ ഫോണിൽ നിന്ന് ഒരു
മെസ്സേജ് വരും, ഐ ഗോ ഹോം എന്ന് പറഞ്ഞ മെസ്സേജ് വിത്ത് ഒരു ഫോട്ടോ. അതിന്റെ ആ ഒരു ബിഹൈൻഡ് ദ സീൻ കാണിക്കുവാണെങ്കിൽ ഫോട്ടോയിൽ അവന്റെ തല മാത്രമേ കാണിക്കുന്നുള്ളൂ എങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് സത്യം. അങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അന്ന് രാത്രിയും ആ ഒരു ഗുളിക കഴിപ്പിച്ച് വളരെ ക്ഷീണിതരായിട്ട് അവർ ഉറങ്ങും. പക്ഷെ ആ രാത്രി അവരുടെ മുറിയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ കഥാനായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ എഴുന്നേറ്റ് നോക്കുമ്പം രണ്ടാമത്തെ ആളെയും കാണാനില്ല. കൂടാതെ ബാക്കി വന്ന ഒരു ജാപ്പനീസ് പെൺകുട്ടീനെയും കാണാനില്ല. റിസപ്ഷനിൽ ചോദിച്ചു നോക്കുമ്പം അവര് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. കഥാനായകന് സംശയം കൂടി. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ആളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവൻ ഏതോ ഒരു സൈക്കോ കസാരയിൽ കെട്ടിയിടിച്ചാണ് ഉള്ളത്. ഇവനാണെങ്കിൽ കരഞ്ഞു പടച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ്സ് അവിടെ കാണാൻ പറ്റും. അതിന്റെ അകത്തുനിന്ന് ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവന്റെ ശരീരം തുളച്ച് കേറ്റും. ഇവനാണെങ്കിൽ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ സൈക്കോയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പെട്ടെന്നാണ് മോനെ സൈക്കോ അയാളെ മുഖം മൂടി വരുന്നു. ഇത് മറ്റേ തൊടപിടിയൻ ചങ്ങായി. ഇവനാണെങ്കിൽ നമ്മളെക്കാട്ടിയും ഷോക്കായി പോയി. അങ്ങനെ ഇവനെ വളരെയധികം ബ്രൂട്ടലായിട്ട് അവിടെ വെച്ച് കൊന്നു കളയും. ഇനി നമ്മുടെ കഥാനായകന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഓൺ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ വേറെ കുറച്ച് ബമ്പിളർ. എന്നിട്ട് പഴയ അതേ ഡയലോഗ് റിപ്പീറ്റ്. സ്പൈലേക്ക് വരുന്നുണ്ടെങ്കിൽ വാ കേട്ടോ. ഇതിന്റെ പുറകിൽ വേറെ എന്തോ ഒരു കളി ഉണ്ടല്ലോ തോന്നി തുടങ്ങി. എല്ലാം പോട്ട് ഇവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണ് ആ ചോട്ട പിള്ളമാര് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഇടിവെട്ടിയോന്റെ അലയിൽ പാമ്പ് അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പം പേടിക്കണ്ട മകനെ, നമ്മൾ കൂടെയുണ്ട്, കണ്ടുപിടിച്ചു തരാട്ടോ ഒലത്തും. പിന്നീട് അവരുടെ റൂംമേറ്റ് ആയിട്ടുണ്ടായ ആ ഒരു ഗേൾസിന്റെ സഹായത്തോടെ ഇവനെ മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരും. ഒരുപാട് ബിസിനസ് മാൻസിനെ അവിടെ കാണാനുണ്ട്. അന്നേരം അവരിൽ ഒരാൾ ഇവനോട് പറയും തന്റെ സമ്പത്തുകൾ മുഴുവൻ ഇവിടെ ചെലവാക്കാം എന്നാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. പക്ഷെ ഇവൻ ഉള്ളിലേക്ക് കയറിയപ്പോ കണ്ട കാഴ്ച, ആ ഒരു തൊടപിടിയൻ ചങ്ങായി അവന്റെ ശരീരം കീറി എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മുടെ കഥാനായകന് കാര്യം മനസ്സിലായി. ആ പണ്ടാര പെണ്ണ് ചതിച്ചു, വിളിച്ചോണ്ട് പോന്നാണ്ടാ ശാപം. അങ്ങനെ ഇവനെ കുറെ ആൾക്കാര് പിടിച്ചു കെട്ടി കൊണ്ടുപോകും. പോന്ന വഴിക്ക് ഓരോ മുറിയിലുമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോസ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു സൈക്കോ ഇവനെ മാക്സിമം പേടിപ്പിക്കാൻ നോക്കും. ഒരു ചെയിൻസോ കൊടുത്ത് ഇവന്റെ ആ ഒരു വിരലുകൾ കൂടി കട്ട് ചെയ്യും. പക്ഷെ ആ സമയത്ത് ഇവന്റെ ആ ഒരു വിലങ്ങ് കൂടി കട്ടായി പോകും. ഇതിപ്പോ ലാഭമല്ല. താഴെ വീണ ബ്ലഡിൽ വഴുക്കി ആ ചെയിൻസോ ആണെങ്കിൽ കറങ്ങി അടിച്ച ആ സൈക്കോന്റെ കാലിലേക്ക് പോകും. ആ സൈക്കോന്റെ കാലാണെങ്കിൽ 2 കഷ്ണാവും. ഇജ്ജാതി പൊട്ടനിൽ ആരടാ പണിക്ക് വിളിച്ച് ഇവൻ ആ ഒരു സൈക്കോയുടെ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങും. അടുത്തൊരു റൂമിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡിന്റെ ഡ്രസ്സ് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പം ഒരു പരിചയമുള്ള പെൺകുട്ടിയുടെ കരച്ചില്. പോയി നോക്കുമ്പോ അതാടാ നമ്മുടെ ജപ്പാൻകാരി. പെണ്ണിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൈക്കോനെ ഇവൻ തട്ടും. ആ പെണ്ണിന്റെ ഒരു സൈഡിലെ കണ്ണാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. അത് ഇവൻ ഒരു കത്രിക വെച്ച് മുറിച്ചു കൊടുക്കും. അന്നേരം ചലം പോലെ ഒരു സാധനം പൊട്ടി ഒഴുകാനുണ്ട്. കൊടൂരൻ തന്നെ. രണ്ടാളും കാണാതെ അവിടെ നിർത്തി ഒരു കാറിൽ രക്ഷപ്പെടും. ഇതിനി കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലീസുകാർ വരെ അവരെ ഭാഗത്താണ്. ഇനിയിപ്പോ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ നോക്കുവാണെങ്കിൽ അവർ ഓൾറെഡി ഇവർ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജപ്പാൻകാരി അവിടെയുള്ള ഒരു കണ്ണാടിയിൽ നോക്കുന്നത്. തന്റെ ആ ഒരു വികൃതമായ മുഖം കണ്ട് ഒരു ട്രെയിനിന്റെ മുന്നിലേക്ക് കയറി ആത്മഹത്യ ചെയ്യും. ഡാർക്ക്. എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞ ആ ഒരു സമയം നോക്കിയിട്ട് ഇവ മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാവും. അപ്പോഴാണ് ആ ട്രെയിനിൽ നമ്മുടെ തൊടപിടിയൻ ചങ്ങായി ഉണ്ടെന്ന് മനസ്സിലാവുക. അയാളുടെ കൂടെ അയാളുടെ മകളും ഉണ്ട്. അടുത്ത സ്റ്റേഷൻ എത്തിയപ്പം നമ്മുടെ കഥാനായകൻ ആ പെണ്ണിനെ മെല്ലെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. തന്റെ ജീവനായ മകളെ നഷ്ടപ്പെട്ടതോർത്ത് വിതുമ്പി നിൽക്കുന്ന തൊടപടിയനെയും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇവിടെ കുറെ പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ആര് എന്തിനു വേണ്ടി? സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ആ തൊടപടിയന് ഒരു സർജൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ തന്റെ കൈ വിറക്കുന്നത് കൊണ്ട് ആ ജോലി കിട്ടിയില്ല. ബിസിനസ് ആണെങ്കിൽ ഒരു സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് ആണ്. എന്തിനേറെ പോലീസുകാർ വരെ അവരുടെ കയ്യിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ചില പണക്കാർ റൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഈ പടം കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ എഫേർട്ടിന് പകരമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.